മുഖം തിളക്കമുള്ളതാവാൻ എല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. അതിനുവേണ്ടി കൂടുതൽ സമയം ചിലവഴിക്കാറുണ്ട്. കുറേ ആളുകൾ ബ്യൂട്ടി പാർലറിൽ പോകാറുണ്ട്. കുറേ പേർ പല ക്രീമുകളും ഉപയോഗിച്ചതുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. നമ്മുടെ കയ്യിലെ സ്കിൻ പോലെയല്ല ഫേസിൽ ഉള്ളത്. ഫേസ് വളരെ സോഫ്റ്റും മൃദുലവുമാണ്. ഇതിനായി 3 കാര്യങ്ങൾ പറയാം. ഇത് പ്രായം കുറക്കാനും നമ്മെ സഹായിക്കും. 1 ലിറ്റർ വെള്ളം കുടിക്കുക. ഓരോ 25 കിലോയ്ക്കും 1 ലിറ്റർ വെള്ളം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങൾ പുറന്തള്ളിപ്പോവുകയും അപ്പോൾ തന്നെ മുഖത്തിന് മാറ്റം വരികയും ചെയ്യും. പിന്നെ മൂത്രം ലൈറ്റ് കളർ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ കാര്യം, ഫ്രൂട്ട്സും വെജിറ്റബിൾസും അടങ്ങിയവ കഴിക്കുക. പലതരത്തിലുള്ള കളറിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക. മിക്ക നടീനടന്മാരും ഇങ്ങനെയാണ് കഴിക്കാറുള്ളതെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരുടെ സ്കിൻ ഇത്ര സൂപ്പറായി ഇരിക്കുന്നതും ചെറുപ്പമായി ഇരിക്കുന്നതും. കൂടാതെ നട്ട്സ്, സീഡ്സ് കഴിക്കുക. അമിതമാവരുത്. പിന്നെ മീൻ കറി വെച്ച് കഴിക്കുക. പൊരിച്ച് കഴിക്കാതിരിക്കുക. മീൻ കഴിക്കാത്തവർ മീൻ ഗുളിക കഴിക്കുക. 3 പഞ്ചസാര ഒഴിവാക്കുക. പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിലും മെല്ലെ മെല്ലെ ഒഴിവാക്കുക. പിന്നെ മാനസിക സമ്മർദ്ദം ഒഴിവാക്കുക. നന്നായി ഉറങ്ങുക. നല്ലൊരു ഫേസ് പാക്ക് പറയാം. മഞ്ഞളും തൈരും നല്ലൊരു ഫേസ് പാക്കാണ്. ഇവ രണ്ടും മിക്സ് ചെയ്ത് തേക്കുക. ആഴ്ചയിൽ 3 തവണ ചെയ്യുക. അലോവര ജെൽ മുഖത്ത് അപ്ലൈ ചെയ്യുക. മുഖം തണുപ്പിക്കാൻ വളരെ നല്ലതാണ്. പിന്നെ മുൾട്ടാണി മിട്ടി, അലോവര ജെൽ, റോസ് വാട്ടർ ഇവ മിക്സ് ചെയ്ത് ആഴ്ചയിൽ 3 തവണ മുഖത്ത് അപ്ലൈ ചെയ്യുക. ഓയിലി സ്കിന്നുള്ളവർക്ക് ഇത് വളരെ നല്ലതാണ്. ഡ്രൈ സ്കിന്നുള്ളവർ പരമാവധി ഒഴിവാക്കുക. പിന്നെ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക. പിന്നെ നമ്മൾ മേക്കപ്പ് ഇട്ടതിന് ശേഷം എവിടെ പോയി വന്നിട്ടാണെങ്കിൽ നമ്മൾ മുഖം നന്നായി ക്ലീൻ ചെയ്തിട്ട് ഉറങ്ങാൻ പാടുള്ളൂ. മേക്കപ്പുമായി നമ്മൾ ഉറങ്ങരുത്. അത് നമ്മുടെ മുഖത്തിന് ചീത്ത കാര്യമാണ്. മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. വെയിലത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കുക. SPF 30 മുകളിൽ 40, 50 ഉള്ളവ ഉപയോഗിക്കുക. SPF എന്ന് പറഞ്ഞാൽ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ. ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ മുഖം നന്നായി തിളങ്ങുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോസുമായി വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.